അപ്പോൾ ഓണമൊക്കെ അല്ലേ ഒരു ഗിവ് അവേ ആയാലോ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതാണ് എൻ്റെ ഈ വർഷത്തെ ഫസ്റ്റ് ഓണം മേക്കപ്പ് ലുക്ക്. കുറച്ചൊന്ന് ഷിമറി, കുറച്ചൊന്ന് ബോൾഡായിട്ടാണ് ഞാൻ ഈ ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഐ ആം നോട്ട് പ്ലാനിങ് ടു ഡു എ ട്യൂട്ടോറിയൽ ഓൺ ഓണം മേക്കപ്പ് ലുക്ക് ബിക്കോസ് ഐ മൈസെൽഫ് ഫീൽ ഓവർവെൽംഡ് വിത്ത് ദി എമൗണ്ട് ഓഫ് ഓണം മേക്കപ്പ് ലുക്സ് വി ഹാവ് in Instagram and YouTube. So അതുകൊണ്ട് ഐ തോട്ട് I'll just step back. ഇത്തവണ ഞാൻ ഓണം മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഓണമൊക്കെ അല്ലേ, ഒന്ന് ഗ്ലാംഡ് അപ്പ് ആവണം എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തു കേട്ടോ. ഇന്ന് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ചില പ്രൊഡക്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ബിക്കോസ് ദീസ് ആർ സം ന്യൂ ഫേവറേറ്റ്സ് ഓഫ് മൈൻ. ഞാൻ ഈ പ്രൊഡക്ട്സ് ഈ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടില്ല, ബട്ട് ദീസ് ആർ സം പ്രൊഡക്ട്സ് ദാറ്റ് ഐ ഹാവ് ബീൻ ആബ്സല്യൂട്ട്ലി ലവിങ് ആൻഡ് യൂസിങ് ഫോർ പാസ്റ്റ് സം മന്ത്സ്. ഓക്കെ, സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് പ്രോഡക്റ്റ് ഒരു ലിപ് ബാം ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കഫ്സ് ആൻഡ് ലാഷസ് ലിപ് മാസ്ക് ഇൻ ദി വേരിയൻറ്റ് പെപ്പർമിൻറ്റ്. ഞാൻ ഓൾറെഡി ഈ ഒരെണ്ണം മേടിച്ച് ട്രൈ ഔട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അടുത്തതും മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കപ്പ് ഓഫ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡൺ. വേണേൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാ, വൈപ്ഡ് ഔട്ട് ക്ലീൻ ആണിത്. ഈ കഫ്സ് ആൻഡ് ലാഷസ് എന്ന് പറയുന്നത് നിധി എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററിൻ്റെ ബ്രാൻഡാണ്. അവരുടെ ബ്രാൻഡിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ദിസ് എന്ന് അവർ വീഡിയോയിൽ മെൻഷൻ ചെയ്ത് കണ്ടു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഷീ ഈസ് സോ കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്, ലെറ്റ് മീ ട്രൈ ഇറ്റ്. ആൻഡ് ഐ തിങ്ക് ഷീ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ദിസ് ഇസ് സച്ച് എ നൈസ് ലിപ് ബാം. ഇത് ആക്ച്വലി ഇൻറ്റൻസീവ് റിക്കവറി ലിപ് മാസ്ക് ആയിട്ടാണ് അവർ പറയുന്നത്. ആൻഡ് ഇത്, ഇഫ് ഐ എം നോട്ട് റോങ്, 6 ഡിഫറെൻറ്റ് വേരിയൻസിൽ അവൈലബിൾ ആണ്. സ്ട്രോബെറി, പീച്ച്, അതുപോലെ ഡിഫറെൻറ്റ് വേരിയൻസിൽ. ഐ ടുക്ക് ദി വേരിയൻറ്റ് പെപ്പർമിൻറ്റ്. എനിക്ക് പെപ്പർമിൻറ്റിൻ്റെ പൊതുവെ ഫ്ലേവറും സ്മെല്ലൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഐ ആം ഇൻ ലവ്. നല്ലൊരു ലിപ് മാസ്ക് ആണ്. ഐ തിങ്ക് ദിസ് ഇസ് സംവെയർ അണ്ടർ 250 റുപ്പീസിനൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ടൈം കിട്ടും. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് ബിക്കോസ് നല്ലൊരു ലിപ് ബാം ആണ്. നല്ലപോലെ നമ്മുടെ ലിപ്സിനെ ഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കും. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ലിപ് ബാംസിൽ ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദി നൈസ് ലിപ് ബാംസ് ഔട്ട് ദെയർ. ആൻഡ് നല്ലൊരു അണ്ടർ റേറ്റഡ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. സോ ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് ട്രൈഡ് ഔട്ട് ഓർ ലിപ് ബാം നോക്കുകയാണെങ്കിൽ യു ക്യാൻ ചെക്ക് ദിസ് വൺ ഔട്ട്. ഇനീഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോണ്ടല്ലോ ഒരു കോൾഗേറ്റ് ഈ പേസ്റ്റിലൊക്കെ വരുന്ന ഒരു പെപ്പർമിൻറ്റ് ഒരു ഫീൽ ഉണ്ട്. ആ ഒരു സെൻറ്റും ടേസ്റ്റൊക്കെ നമുക്ക് ലൈറ്റായിട്ട് ഇനീഷ്യലി ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇട്ട ഉടനെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതങ്ങ് ഫേഡ് ഔട്ട് ആവും. അതുകൊണ്ട് അതങ്ങനെ ഡിസ്റ്റർബിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് ഐ റിയലി ലൈക്ക് ദിസ്. ഇഫ് യു ലൈക്ക് പെപ്പർമിൻറ്റ് ദെൻ യു മൈറ്റ് ലൈക്ക് ദിസ്. ഓർ എൽസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓർ വേരിയൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിന് മുന്നേ ഞാനൊരു ലിപ് ബാമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ലിപ് ബാംസ് ഒക്കെ ഇൻക്ലൂഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഉണ്ട് എൻ്റെ സം ഫേവറേറ്റ്സ്. ആൻഡ് ലെനേജിൻ്റെ പോലത്തെ ബൂഷി ലിപ് ബാംസ് ഒക്കെ ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് ചെക്ക്ഡ് ഇറ്റ് ഔട്ട്, ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഇഫ് യു വാണ്ട് സം മോർ ഓപ്ഷൻസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന 5 പ്രൊഡക്ട്സിൽ 4ഉം ഓൾമോസ്റ്റ് അണ്ടർ 300 റുപ്പീസ് നമുക്ക് കിട്ടാവുന്ന പ്രൊഡക്ട്സ് തന്നെയാണ്. പക്ഷേ ഒരെണ്ണം ഒരു എക്സെപ്ഷണൽ കേസാണ് കേട്ടോ. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫുൾ വെയർ കൺസീലർ ആണ്. ഇത് അത്യാവശ്യം കുറച്ച് നാളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആണ്. ഐ തിങ്ക് ഇൻ്റർനാഷണലിയും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഞാൻ ഇതിന് മുന്നേ ഇത് മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഷെയ്ഡ് വാസ് ദി പ്രോബ്ലം. ആൻഡ് ഞാനിത് മേടിക്കുമ്പോഴും ഷെയ്ഡ് ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. പക്ഷേ ആഫ്റ്റർ സീയിങ് എ ലോട്ട് ഓഫ് വീഡിയോസ് ആൻഡ് റിവ്യൂസ് ഐ ഫൗണ്ട് ഔട്ട് ദറ്റ് ഈ പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ദിസ് വിൽ വർക്ക് ആസ് എ ഹൈലൈറ്റിംഗ് കൺസീലർ. സോ അങ്ങനെയാണ് ഞാനിത് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഇപ്പം എൻ്റെ കയ്യിലുള്ള പല ഫൗണ്ടേഷൻസും കൺസീലേഴ്സൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഡാർക്കറാണ്. സോ ഇഫ് ദിസ് വർക്ക്സ് ആസ് എ ഹൈലൈറ്റിംഗ് കൺസീലർ, എനിക്ക് ഈ ഒരു ടൈമിൽ അതുപോലത്തെ ഒരു ഹൈലൈറ്റിംഗ് കൺസീലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ച് മേടിച്ചു. 317 ആൽമണ്ട് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് പണ്ടത്തെ ലാസ്റ്റ് ഷെയ്ഡായിരുന്നു. പക്ഷേ ഇപ്പം ഐ തിങ്ക് 3 more ഷെയ്ഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ഐ ഹാവ് എ ഷെയ്ഡ് ഇൻ ദം. ഞാൻ ഇതുള്ളതുകൊണ്ട് ചെക്കൗട്ട് ചെയ്തില്ല. നൗ ഐ അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ റിയലി ലൈക്ക് ദിസ് കൺസീലർ. ബിക്കോസ് അടിപൊളി കൺസീലറാണ്. ആൻഡ് പേര് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ഫുൾ കവറേജ് തരുന്നൊരു കൺസീലർ തന്നെയാണിത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഫീൽ ഹെവി. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടാണ്ടോ ഇറ്റ്സ് ലിറ്റിൽ ലിക്വിഡി, കുറച്ചൊരു റണ്ണി ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോമിലാണ്. പക്ഷേ ദിസ് ഗിവ്സ് എ പ്രിറ്റി ക്ലോസ് ഫുൾ കവറേജ് ലുക്ക്. ഷെയ്ഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇത് എനിക്കൊരു ഹൈലൈറ്റിംഗ് കൺസീലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഹൈലൈറ്റിംഗ് കൺസീലറായിട്ട് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ്ലി ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ അണ്ടർ ഐസിൻ്റെ ഈ താഴത്തെ ഈ ഭാഗം, നടുക്കത്തെ
ഫോർ ഹെഡ് ആൻഡ് ഈ നടുക്കത്തെ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റിംഗ് കൺസീലർ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫൗണ്ടേഷനോ കൺസീലറോ ഒക്കെ ഇട്ടിട്ട് പോകാൻ നേരത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ലൈറ്റായിട്ടൊന്ന് ഓക്സിഡൈസ് ആവുമല്ലോ, അപ്പം ഫേസ് ലൈറ്റായിട്ടൊന്ന് ഡൾ ഔട്ട് ആവുന്ന പോലെ തോന്നാറുണ്ട്. പക്ഷേ വിത്ത് ദിസ് വൺ നോ, ദിസ് ഡസൻ ഓക്സിഡൈസ്. സോ ഇത് ഞാൻ ഹൈലൈറ്റിംഗ് കൺസീലറായിട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദി ഡേ ആ ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ റിയലി ഗുഡ് ഓപ്ഷൻ. ആൻഡ് ഐ തിങ്ക് അറൗണ്ട് 600 നോർമൽ ടൈമിൽ നമുക്കിത് കാണാൻ പറ്റും. ശരിക്കും 800 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഓഫർ ടൈമിൽ ഒരു 500 സംതിങ്ങിനൊക്കെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സോ ഐ ഡെഫിനറ്റ്ലി ഫീൽ 500-600 റുപ്പീസ് ഒക്കെ കൊടുത്താലും ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി വർത്ത് ഇറ്റ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ കവറേജ് ഉള്ള ഒരു കൺസീലർ വേണമെന്നാണെങ്കിൽ ഗോ ഫോർ ദിസ്. യു ക്യാൻ ഗിവ് ദിസ് ഓൺ എ ഷോട്ട്. അടുത്തത് ഇന്റർനെറ്റിൽ ഭയങ്കര ഫേമസ് ആൻഡ് എനിക്കൊന്ന് ഇപ്പോഴും കുറേ പേര് ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത്യാവശ്യം കുറച്ച് നാളായി, എനിക്കൊരു 6 months ഒക്കെ ആയെന്ന് തോന്നുന്നു. പക്ഷേ ഐ ഡിഡ് നോട്ട് ഗെറ്റ് എ സ്പേസ് ടു ഫീച്ചർ ദിസ് ആക്ച്വലി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ എന്തായാലും മെൻഷൻ ചെയ്യണം എന്നുള്ളത്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് മാസിൻ്റെ ഗ്ലോ ഫ്ലൈ ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ഐ തിങ്ക് ദിസ് ഇസ് വൈറൽ ഫോർ ദി ബെസ്റ്റ് റീസൺ ഔട്ട് ദെയർ. ബിക്കോസ് ഇത് അടിപൊളിയായിട്ടുള്ളൊരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ഞാൻ ആക്ച്വലി കെ ബ്യൂട്ടിയുടെ ലിക്വിഡ് ഹൈലൈറ്റർ അത് ഇറങ്ങിയ സമയത്ത് നൈക്കെ പോയപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദാറ്റ് ഈസ് ലൈക്ക് ദി ബെസ്റ്റ് വൺ ഔട്ട് ദെയർ. ബട്ട് ഐ തിങ്ക് അതിൻ്റെ ഹാഫ് ദി പ്രൈസിൽ ദിസ് കംസ് വെരി വെരി ക്ലോസ് ടു ദാറ്റ്. ഇതൊരു പ്രോപ്പർ ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ഞാനിതാ ചീക്ക് ബോൺസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഗിവ്സ് ലൈക്ക് എ വെരി നാച്ചുറൽ ഗ്ലോ ഫ്രം വിതിൻ കൈൻഡ് ഓഫ് ലുക്ക്, യുനോ. അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ സ്വാച്ചസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഗിവ്സ് ലൈക്ക് എ വെരി നാച്ചുറൽ, യുനോ, ഷിമേഴ്സ് ഒക്കെ അങ്ങോട്ട് ബ്ലെൻഡ് ഔട്ട് ആയിട്ടുള്ള രീതിയിലാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഫേസിലിടുകയാണെങ്കിൽ അവിടെ ഇവിടെ ഷിമർ പാർട്ടിക്കിൾസ് ഓർ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് പീക്ക് ചെയ്യുന്നുള്ള പ്രോബ്ലം ഒന്നുമില്ല. ബിക്കോസ് ഷിമേഴ്സ് ഒക്കെ ഭയങ്കര ഫൈൻലി മിൽട്ടായിട്ട് അങ്ങ് ഡിസ്പേഴ്സ്ഡ് ആണ് ഇതിനകത്ത്. അതുകൊണ്ട് അത് അവിടെ ഇവിടെ നിന്ന് ഷൈൻ ചെയ്ത് നമുക്കൊരു ഓക്വേർഡ് ലുക്കൊന്നും തരത്തില്ല. ഇറ്റ് ഫീൽസ് ലൈക്ക് യു ആർ ഗ്ലോയിങ് ഫ്രം വിത്തിൻ. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ മോസ്റ്റ്ലി എൻ്റെ ലിക്വിഡ് ബ്ലഷിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. സോ ആ ബ്ലഷ് ഇട്ട ഏരിയ മൊത്തം ഭയങ്കരമായിട്ട് ഗ്ലോയി ആയിട്ടിരിക്കും. ഇന്ന് ഞാൻ ആക്ച്വലി ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആൻഡ് ഞാൻ ഓവറായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് ലൈറ്റായിട്ടൊന്ന് ആ ഒരു ഗ്ലോ ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യു ഗൈസ്. ബിക്കോസ് ഗ്ലോയി ഡ്യൂയി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലാണല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ബ്ലഷായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്യാം, സ്കിൻ ടിൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അപ്പം മൾട്ടിപ്പിൾ യൂസസ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടും. ദിസ് വൺ ഇസ് റിയലി വർത്ത് ഇറ്റ് ഫോർ ദി മണി. അത്യാവശ്യം നല്ലൊരു 10 ml പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഷെയ്ഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 3 different ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് 3rd ഷെയ്ഡാണ്. ദാറ്റ് ഇസ് ഷാംപെയിൻ എന്ന് പറയുന്ന ഷെയ്ഡാണ്. കുറച്ചുകൂടെ ഡീപ്പർ സ്കിൻ ടോൺ ഉള്ളവർക്ക് വേണമെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്ന ഷെയ്ഡുണ്ട്. ആൻഡ് ഫെയറർ സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പിങ്കി ആയിട്ടുള്ള ഒരു ഷെയ്ഡും അവൈലബിൾ ആണ്. ഈ ഒരു ഷാംപെയിൻ എന്ന് പറയുന്ന ഷെയ്ഡ് കുറച്ചുകൂടെ ഒരു യുനോ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഷെയ്ഡാണ്. എന്നെക്കാളും കുറച്ച് ഡീപ്പർ ആണെങ്കിലും എന്നെക്കാളും കുറച്ച് ലൈറ്റർ സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഷെയ്ഡ് കേട്ടോ. സോ നിങ്ങൾക്ക് ഗ്ലോയി ഡ്യൂയി സ്കിൻ വേണമെന്നാണെങ്കിൽ ഗോ ഫോർ ദിസ്. അടുത്തത് ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ മേടിച്ച സമയത്ത് ഒരു ഹോൾ വീഡിയോയിലോ സംതിങ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചില്ല ഇത് ഞാൻ ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യുമെന്നുള്ളത് കേട്ടോ. ഇറ്റ് ഈസ് ഫ്രം ഇൻസൈറ്റ്. ഇത് ഇൻസൈറ്റിൻ്റെ ഗ്ലൈഡ് ആൻഡ് ഗ്ലോ ഐ ഷാഡോ സ്റ്റിക്കാണ് കേട്ടോ. ആൻഡ് ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ദി ഷെയ്ഡ് നെയിം ഇസ് ബ്ലൂ തണ്ടർ. ഇത് ആക്ച്വലി നല്ലൊരു ഡീപ്പ് ഒരു മിഡ് നൈറ്റ് ബ്ലൂ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വിത്ത് ഷിമർ പാർട്ടിക്കിൾസ് ഇൻ ഇറ്റ്. ഇതൊരു ഐ ഷാഡോ സ്റ്റിക്ക് ആണെങ്കിലും ഞാനിത് കംപ്ലീറ്റ്ലി എൻ്റെ ഐലിഡ്സിൽ ഇട്ടിട്ട് അങ്ങനെയല്ല ഇതുകൊണ്ട് വർക്ക് ചെയ്യാറുള്ളത്. ഞാനിതൊരു ഐലൈനർ വരയ്ക്കുന്ന പോലെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കാജൽ പോലെ താഴെ വാട്ടർ ലൈനിലും ഇടാറുണ്ട്. സോ ദിസ് ഇസ് സച്ച് എ നൈസ് പ്രോഡക്റ്റ്. ബിക്കോസ് എന്നെപ്പോലെ മീഡിയം ഡസ്കി ടാൻ സ്കിൻ ടോണൊക്കെ ഉള്ളവരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈറ്റ് കളർ പോപ്പ് വേണം, എപ്പോഴും ബ്ലാക്കോ ബ്രൗൺ തന്നെ യൂസ് ചെയ്ത് മടുത്തു, എന്തെങ്കിലും ഒരു ലൈറ്റ് ഒരു കളേർഡ് എലമെൻറ്റ് കൊണ്ടുവരണം, പക്ഷേ അതങ്ങോട്ട് എടുത്ത് നിൽക്കാനും പാടില്ല എന്നാണെങ്കിൽ ദിസ് ഇസ് എ റിയലി റിയലി ഗുഡ് ഓപ്ഷൻ. ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മുകളിൽ ഷിമർ ഷെയ്ഡും അപ്ലൈ ചെയ്തിട്ടുണ്ട് ലിഡ്സിൽ. എൻ്റെ ലോവർ വാട്ടർ ലൈനിൽ ഞാൻ ഇത് തന്നെ ഇട്ടിട്ടുള്ളത്. പക്ഷേ ലാഷ് ലൈനിനോട് ചേർന്ന് ഞാൻ കുറച്ച് ബ്ലാക്ക് പൗഡർ ഐ ഷാഡോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ദിസ് ഇസ് പ്രിറ്റി ലോങ് ലാസ്റ്റിംഗ് കേട്ടോ. ആക്ച്വലി നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ഒന്നും ഇടാതെ ചുമ്മാ ഐലറ്റ്സിൽ ലൈനർ പോലെ വെറുതെ ഇത് അപ്ലൈ ചെയ്തിട്ട് പോയാലും ഇറ്റ് സ്റ്റേസ് ത്രൂ ഔട്ട് ദി ഡേ, ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദി ഡേ ഐ വുഡ് സേ. ഇത് ഇട്ട് കഴിഞ്ഞ് ഒന്ന് സെറ്റായി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് അധികം അങ്ങോട്ട് സ്മഡ്ജ് ആവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രിറ്റി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഐ വുഡ് സേ ദിസ് ഇസ് very much comparable to the K Beauty eyeshadow sticks, you know, the shimmer ones. Under 250 something നമുക്ക് കിട്ടും. കുറേ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ യു ക്യാൻ ചെക്ക് എനി അതർ ഷെയ്ഡ്സ് ഔട്ട്. ആൻഡ് സ്പീക്കിംഗ് ഓഫ് ഐ ഷാഡോസ്, ഞാൻ ഇതേപോലെ ഡിഫറെൻറ്റ് ഐ ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡിഫറെൻറ്റ് ഐ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഐ കറൻ്റ്ലി ഓൾമോസ്റ്റ് ഓൺ 10+ ഐ ഷാഡോസ് വിത്ത് മീ ആൻഡ് ഐ ഹാവ് റിവ്യൂഡ് ഓൾ ദോസ് ഇൻ ദിസ് വീഡിയോ. 150 rupees തൊട്ട് 4500 rupees വരെയുള്ള ഐ ഷാഡോസ് ഞാൻ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻ സെർച്ച് ഓഫ് എ ഗുഡ് ഐ ഷാഡോ പാലറ്റ് ദെൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വീഡിയോ ഔട്ട്. ഈ ലാസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അണ്ടർ 100 rupeesന് കിട്ടാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇറ്റ് ഈസ് എ ലിപ്പ് ലൈനർ ഫ്രം ഇൻസൈറ്റ്. ഇത് ഇൻസൈറ്റിൻ്റെ ഗ്ലൈഡ് ഓൺ ലിപ്പ് ലൈനർ ആണ്. ഗ്ലോ അപ്പ് എന്ന് പറയുന്ന ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ഇതിൽ കുറേ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിലൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് റിട്രാക്റ്റബിൾ. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്പ് ലൈനർ ഈ ഒരു ലിപ്പ് ലൈനർ ആണ്. ആൻഡ് ബിഫോർ എനിവൺ ആസ്ക്സ്, ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലിപ്സ്റ്റിക് ഇസ് സിനമൺ സ്വോൾ ഫ്രം നൈക്ക. ഇത് പ്യോർലി ഡീപ്പ് ബ്രൗൺ ഷെയ്ഡല്ല, ഇത് കുറച്ചൊരു റെഡ് ഹിൻസ് വരുന്ന അതുപോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് നല്ലൊരു ക്രീമി ആയിട്ടുള്ള പിഗ്മെൻറ്റഡ് ലിപ്പ് ലൈനർ ആണ്. അതുകൊണ്ട് തന്നെ വൺ സ്വൈപ്പ് പിഗ്മെൻറ്റേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല ക്രീമി ആയതുകൊണ്ട് സ്മൂത്തായിട്ട് ഗ്ലൈഡ് ഓൺ ആവുകയും ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് കൈൻഡ് ഓഫ് സെറ്റ്സ്, പക്ഷേ കംപ്ലീറ്റ്ലി സെറ്റ് ആവും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ഫോർ ദി പ്രൈസ് ഐ വുഡ് നോട്ട് കംപ്ലെയിൻ. ഇറ്റ് ഈസ് എ റിയലി ഡീസെൻറ്റ് ലിപ്പ് ലൈനർ. ഇഫ് യു ലൈക്ക് ബ്രൗൺ ലിപ്പ് ലൈനേഴ്സ് വിത്ത് ഹിന്റ് ഓഫ് റെഡ് ഇൻ ഇറ്റ് ദെൻ യു മൈറ്റ് ലൈക്ക് ദിസ്. ഇനി കമ്മിങ് ടു ദി എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ, ഗിവ് അവേ വിന്നർ അനൗൺസ്മെന്റ്. ഞാൻ ഇതിന് മുന്നേ ഗിവ് അവേ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെയ്യുന്ന ഗിവ് അവേസ് ഒക്കെ ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്ത് അവർക്ക് ഗിവ് അവേ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് ഐ വോണ്ട് ടു ഗിഫ്റ്റ് പീപ്പിൾ ഹു റിയലി സപ്പോർട്ട് മീ ഇൻ ദിസ് ജേർണി. സോ യൂട്യൂബിൽ എപ്പോഴും കമൻറ്റ് ചെയ്യുകയും ഒരു ഇൻട്രാക്ഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ബിക്കോസ് ദോസ് ആർ പീപ്പിൾ ഹു ആർ കോൺസ്റ്റൻ്റ്ലി സപ്പോർട്ടിങ് മീ. ഞാൻ ഗിവ് അവേ ഇടുന്നതിന് മുന്നേ തൊട്ടേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഗൗരി. സോ ദിസ് ടൈംസ് ഗിവ് അവേ വിന്നർ ഇസ് Gauri. So congratulations Gauri. Please do DM me in Insta so that I can share you the gift. ഇതോടെ തീർന്നിട്ടില്ല. ഈ വർഷം തന്നെ ഇനി ഒരു ഗിവ് അവേ വിന്നർ കൂടി ഉണ്ടാവും കേട്ടോ. സോ continue supporting and then you will be the next giveaway winner. അപ്പോൾ this is it for today's video. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എല്ലാവരും ഈ ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.